ഈ ദുരന്തങ്ങളെ കുറിച്ചും അതേപോലെ ഈ പാൻഡമിക് ഒക്കെ വന്നു കഴിയുമ്പോഴത്തേക്ക് എന്ത് സംഭവിക്കുന്നതിനെ കുറിച്ചൊക്കെ പഠനങ്ങളുണ്ട്. ഈ പഠനങ്ങളിൽ ഒരു കോമൺ പാറ്റേൺ, അതൊരു സൈക്കോളജിക്കൽ ഒരു സ്റ്റഡിയാണ്. കോമൺ പാറ്റേൺ എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, വല്ലാതെ ദുരന്തം വരുമ്പോൾ അല്ലെങ്കിൽ കോവിഡ് പോലത്തെ ഒരു പാൻഡമിക് വന്ന് കുറെ കാലം നമുക്ക് റെസ്ട്രിക്റ്റഡ് ആയിട്ട് നമ്മൾ ജീവിക്കേണ്ടി വരുമ്പോൾ, അല്ലെങ്കിൽ നമുക്ക് ദുരന്തം അങ്ങനെ ഫേസ് ചെയ്യുമ്പോൾ അതിന്റെ റെസ്പോൺസ് എന്ന് പറയുന്നത് കൂടുതലും കുറെ കൂടെ എക്സ്പ്ലോയിറ്റേറ്റീവ് ആവാൻ സാധ്യതയുണ്ട് എന്ന് നമ്മൾ അങ്ങനെ പറയുന്നുണ്ട്. മനുഷ്യന്റെ ഒരു സ്വഭാവത്തിന്റെ ഒരു സവിശേഷതയെ കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോഴത്തേക്കും എനിക്ക് വലിയ ഞെട്ടലൊന്നും ഇല്ല. കാരണം നമ്മൾ ഒരു വലിയ ദുരന്തം കഴിഞ്ഞിട്ട് തിരിച്ച് നമ്മൾ സെൻസിബിൾ ആയിട്ടാണ് നമ്മൾ ജീവിക്കുന്നതെന്ന് ചോദിച്ചാൽ അല്ലെന്ന് പറയേണ്ടി വരും. കുറെ ആൾക്കാർ സ്വീകരിക്കും ഇതൊക്കെ, പക്ഷേ ഭൂരിഭാഗം ആൾക്കാരും അങ്ങനെയൊന്നും സംഭവിക്കില്ല എന്ന് പറഞ്ഞിട്ട് കുറെ കൂടെ താങ്കൾ പറഞ്ഞ രീതിയിലുള്ള കുറെ ജീവിത രീതിയിലേക്കൊക്കെ പോകാൻ സാധ്യതയുണ്ട്. പക്ഷേ അത് നമ്മൾ മനുഷ്യരെന്ന നിലയ്ക്ക് എപ്പോഴും ആ വ്യക്തിയുടെയോ അല്ലെങ്കിൽ കുറച്ചൊരു കൂട്ടായ്മ, കുറച്ചു പേരാണെങ്കിൽ അവരുടെ ഒരു കമ്മ്യൂണിറ്റിയുടെയോ ഒരു ഉന്നമനത്തിനോ അല്ലെങ്കിൽ അവർ കൂടുതൽ റിസോഴ്സസ് എടുത്ത് ജീവിക്കാനോ ഒരു കോമ്പറ്റേറ്റീവ് ആയിട്ടുള്ള ഒരു അവസ്ഥയിലൊക്കെ തന്നെയായിരിക്കും കഴിയുന്നത്. പക്ഷെ സർക്കാരുകൾക്ക് അങ്ങനെ ചെയ്യാൻ പറ്റില്ല. അപ്പൊ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ദുരന്തം കഴിഞ്ഞപ്പോഴത്തേക്കും ഒരു റിപ്പോർട്ട്, അതായത് ഒരു അന്താരാഷ്ട്ര റിപ്പോർട്ടാണ്, എല്ലാ വേൾഡ് ബാങ്ക് അടക്കമുള്ള എല്ലാവരും കൂടെ ചേർന്നിട്ട് ഒരു പോസ്റ്റ് ഡിസാസ്റ്റർ നീഡ്സ് അസസ്മെന്റ് എന്ന് പറഞ്ഞൊരു റിപ്പോർട്ട് ചെയ്തിരുന്നു. ആ റിപ്പോർട്ടിൽ കേരളം എങ്ങനെയായിരിക്കണം കേരളത്തിന് മുമ്പോട്ട് നോക്കേണ്ടത് എന്നുള്ളത് കൃത്യമായിട്ട് അവർ വരച്ചു കാണിക്കുന്നുണ്ട്. അതിലാണ് ഈ റെസീലിയൻസ് ഉണ്ടാവേണ്ടതിനെ കുറിച്ച്, നമ്മൾ ജലം സംരക്ഷിച്ച് ഇതിനെക്കുറിച്ച്, വീടുകൾ എങ്ങനെയായിരിക്കണം കുറെ കൂടെ സസ്റ്റൈനബിൾ ആയിട്ടുള്ള വീടുകൾ, സെറ്റിൽമെന്റ്സും ഹാബിറ്റാറ്റ്സും വേണമെന്നതിനെ കുറിച്ച്, റൂം ഫോർ ദ റിവർ അടക്കമുള്ള കാര്യങ്ങൾ, അങ്ങനെ കുറെ സജഷൻസ് അതിനകത്ത് വെച്ചിട്ടുണ്ട്. പക്ഷെ ഒരു കാര്യം അവള് വളരെ ക്ലിയർ ആയിട്ട് പറഞ്ഞത്, കേരളത്തിൽ പരിസ്ഥിതിക്ക് ഇണങ്ങുന്ന രീതിയിൽ, പരിസ്ഥിതിയെ കഴിയുന്നത് നശിപ്പിക്കാത്ത രീതിയിലുള്ള ഒരു വികസന അപ്രോച്ചാണ് വേണ്ടത് എന്ന് പറഞ്ഞു. ഇത് 2018-ലാണ്. ഞാൻ പൊളിറ്റിക്സ് പറയുകയല്ല, രാഷ്ട്രീയം നമ്മൾ എടുത്തു പറയുന്നതല്ല. അത് ഈ മുഖ്യമന്ത്രി ആയാലും വേറൊരു മുഖ്യമന്ത്രി ആണെങ്കിലും ഞാൻ പറഞ്ഞിരിക്കും, അല്ലെങ്കിൽ നമ്മൾ പറയേണ്ടി വരുന്നതാണ്. പക്ഷെ അതിനുശേഷം കേരളത്തിൽ ഇത്തരത്തിലുള്ള ഡിസ്ട്രക്റ്റീവ് ആയിട്ടുള്ള ഡെവലപ്മെന്റിന്റെ എന്ത് സംഭവം വന്നാലും അതിനെ ചോദ്യം ചെയ്യുന്നത് പരിസ്ഥിതി പ്രവർത്തകരോ അല്ലെങ്കിൽ ശാസ്ത്രജ്ഞരോ ആരോ ആയിക്കോട്ടെ, അല്ലെങ്കിൽ കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്തിനെ പോലത്തെ വരും. കാരണം ഈ കാലഘട്ടത്തിൽ ഒരു കാര്യം മനസ്സിലാക്കണം, അത്തരത്തിലുള്ള എല്ലാ ദുരന്തം ഉണ്ടാക്കുന്ന തരത്തിലുള്ള കേരളയിൽ അടക്കമുള്ള പദ്ധതികൾ വന്നപ്പോൾ പരിഷത്ത് അടക്കമുള്ളവരത് ചോദ്യം ചെയ്തിട്ടുണ്ട്. അപ്പോ അത് വെറും കേവല പരിസ്ഥിതിക്കാരൊന്നും അല്ലല്ലോ ഈ പരിഷത്ത് എന്ന് പറയുന്നത്, അങ്ങനെ നമ്മൾ കാണാറില്ല എന്നുള്ളതാണ്. അപ്പോ ഈ ചോദ്യം ചെയ്തപ്പോഴെല്ലാം ഈ നമ്മുടെ ഭരണ നേതൃത്വത്തിൽ നിന്നുണ്ടായിട്ടുള്ള റെസ്പോൺസ് എന്താണ്? പരിസ്ഥിതിക്കാരെ ഒരു ഇൻസൾട്ട് ചെയ്യുന്ന രീതിയിൽ, ഡിറൈഡ് ചെയ്യുന്ന രീതിയിൽ വളരെ മോശമായിട്ട് പറയുകയും, ഇനി എന്ത് പരിസ്ഥിതി എതിർപ്പുണ്ടായാലും നമ്മൾ നടപ്പാക്കിയിരിക്കുമെന്ന് പറയും. പരിസ്ഥിതി അല്ലെങ്കിൽ പ്രകൃതിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രശ്നങ്ങൾ എന്ത് സംഭവിച്ചാലും അതിനെ അതിജീവിച്ചുകൊണ്ട് നമ്മൾ നടപ്പാക്കിയിരിക്കും എന്ന് ക്ലെയിം ചെയ്യുകയും, ഇപ്പൊ വന്ന് സാമ്പത്തികമായ തകർച്ച ഉണ്ടായാൽ പോലും ഞങ്ങൾ അതിനെ തരണം ചെയ്യുമെന്ന് പറഞ്ഞിട്ട് വളരെ ദൂർത്ത് ആയിട്ട് അങ്ങനെ ഈ ദൂർത്ത് എന്ന് പറയുമ്പോൾ സാമ്പത്തിക ദൂർത്ത് ഉണ്ടാവുന്ന മിക്ക പദ്ധതികളും പാരിസ്ഥിതികമായിട്ടും കുഴപ്പമുണ്ടാക്കുന്ന പദ്ധതികളായിരിക്കും എന്നുള്ളതും കൂടെ നമ്മൾ മനസ്സിലാക്കും. ഒരു ജനറൽ ട്രെൻഡ് എന്ന നിലയ്ക്ക്. അപ്പോ ഞാൻ അതാണ് നേരത്തെ പറഞ്ഞത്. 2018 PDNA പോസ്റ്റ് ഡിസാസ്റ്റർ നീഡ്സ് അസസ്മെന്റ് ഉണ്ടായി. അതിൽ നിന്നും റീബിൽഡ് കേരള ഇനിഷ്യേറ്റീവ് ഉണ്ടായി. അത് കഴിഞ്ഞ് റീബിൽഡ് കേരള ഡെവലപ്മെന്റ് പ്രോജക്ട് RKDP എന്ന് പറഞ്ഞൊരു പ്രോജക്ട് ഡോക്യുമെന്റ് ഉണ്ടായി. ഇതിലൊരു ചലനമുണ്ട്. നമ്മൾ ആദ്യം ഒരു മൂവ്മെന്റ് ഉണ്ട് ഇതിനകത്ത്. അത് PDNA ഉണ്ടാവുമ്പോഴത്തേക്കും കുറെ കൂടെ എൻവയറമെന്റലി കോൺഷ്യസ് ആയിട്ടുള്ള ഒരു ഡോക്യുമെന്റും, RKയും RKDPയിലേക്കൊക്കെ പോയപ്പോഴത്തേക്കും കേരളയിൽ അടക്കമുള്ളത് വന്നാലേ പരിസ്ഥിതിക്ക് കേരളത്തിന്റെ വികസനം ശരിയാവുള്ളൂ എന്ന് പറയുന്ന തരത്തിൽ അവർക്ക് ആവശ്യമുള്ളതെല്ലാം എഴുതി വെക്കുകയും, ഒടുവിൽ ഇത് കുറെ ഇൻഫ്രാസ്ട്രക്ചേഴ്സ് നടത്തുന്ന ഒരു പദ്ധതിയായിട്ട് മാത്രം മാറുകയും, ഇപ്പൊ റിവർ മാനേജ്മെന്റ് കമ്മിറ്റീസ് ഉണ്ട്. റിവർ മാനേജ്മെന്റിന് വേണ്ട ഒരുപാട് പ്രവർത്തനങ്ങൾ നടത്തേണ്ടതുണ്ട്. പക്ഷെ ഹരിത കേരള മിഷൻ വഴിയും അല്ലാതെയും ഒക്കെ കുറെ വർക്ക് ചെയ്തു എന്നുള്ളതല്ലാതെ ഒരു കൺസിസ്റ്റന്റ് ആയിട്ട് ജനങ്ങൾക്ക് ഒരു
പെർസീവ്ഡ് ചേഞ്ച് ഇൻ ദെയർ ലൈഫ്സ്. അത് ആ മാനേജ്മെന്റ് ആയിട്ട് മാത്രമല്ല, അവർക്കൊരു റിസ്ക് ഉണ്ടെങ്കിൽ ആ റിസ്ക് കൈകാര്യം ചെയ്യാനുള്ള സംവിധാനം എന്റെ മുകളിൽ ഒരു സർക്കാരായിട്ടുണ്ട് എന്ന് കാണുന്ന രീതിയിലൊരു മാറ്റം വരണമല്ലോ. അത്തരത്തിൽ ഒന്നും കണ്ടിട്ടില്ല. റൂം ഫോർ ദ റിവർ ഒക്കെ തന്നെ ഇപ്പൊ ഉപേക്ഷിച്ച മട്ടാണ്, ടോട്ടലി വിട്ട മട്ടാണ്. ഘട്ടം ഘട്ടമായിട്ട് നമ്മൾ നോക്കുമ്പോൾ ഇപ്പൊ തിരുവനന്തപുരം നല്ലപോലെ വേസ്റ്റ് മാനേജ്മെന്റ് ഉണ്ടായിരുന്ന ഒരു സ്ഥലമാണ്. ഇന്ന് ഏറ്റവും മോശമായിട്ടുള്ള സ്ഥലമായി ചിത്രീകരിക്കപ്പെടുന്നത്. എന്തുകൊണ്ടാണ് ആ ഫെയിലിയർ എന്ന് പറയുന്നത് ഉണ്ടായിരിക്കും? ഒറ്റതേ ഉള്ളൂ. എന്തിനാണോ ശരിക്കും നമ്മുടെ നിലനിൽപ്പിന് വേണ്ടി ഫോക്കസ് ചെയ്യേണ്ടത്, ഇന്ന് അതല്ല ഫോക്കസ് എന്നുള്ളത്. ഭരിക്കുന്ന ഒരാൾക്കും, അത് ബ്യൂറോക്രസി അടക്കമുള്ളവർക്ക്, ഇന്ന് എങ്ങനെയും കേരളത്തിനെ ഈ വികസനം എന്ന് പറയുന്ന, അതായത് ഞാൻ അതിനെ കാണുന്നത് വികസനം എന്നല്ല, കുറെ കൂടെ ആരോഗ്യത്തോടെ, കുറെ കൂടെ സുരക്ഷിതമായിട്ട്, കുറെ കൂടെ നന്നായിട്ട് ജീവിക്കാൻ കഴിയുന്നതും തൊഴിൽ ചെയ്ത് ജീവിക്കാൻ പറ്റുന്നതാണ് അതിനെ നമുക്ക് വികസനത്തിന്റെ ചില പാരാമീറ്റേഴ്സ് ആയിട്ട് കാണുക. കുറെ റോഡുകൾ ഉണ്ടായി, കുറെ ബോർഡുകൾ ഉണ്ടായി, കുറെ വണ്ടികൾ കൂടുതൽ ഓടി, കുറെ കൂടെ പുകയുണ്ടായി, കുറെ കൂടെ പൊല്യൂഷൻ ഉണ്ടായി എന്നുള്ളതല്ലല്ലോ വികസനം എന്ന് പറയുന്നത്. അത്തരത്തില് ഒരു സ്ക്യൂഡ്, വൾഗർ, അശ്ലീലമായിട്ടുള്ള ഒരു വികസന സങ്കല്പത്തിന്റെ വക്താക്കളായിട്ടും അതിന്റെ ഉപജ്ഞാതാക്കളായിട്ടും അത് മുമ്പോട്ട് കൊണ്ടുപോകുന്ന ലീഡേഴ്സ് ആയിട്ട് മാറിയിട്ടുണ്ട് കേരളത്തിന്റെ ഗവൺമെന്റ്. മാത്രമല്ല, പലപ്പോഴും അപ്പോസിഷനിലുള്ള ആൾക്കാർക്ക് വരെ ഈ കോംപ്ലക്സ് എന്ന് പറയുന്ന സാധനമുണ്ട്. അതായത് വികസിച്ചില്ലെങ്കിൽ, ഈ രീതിയിൽ വികസിച്ചില്ലെങ്കിൽ എവിടെ വിട്ടുപോകുന്നത്. അതിന്റെ ഇമ്പാക്റ്റ് ആണ് പല ദുരന്തങ്ങൾ നമ്മൾ കാണുന്നത്. ഞാൻ ഈ സ്പെസിഫിക് കേസിലല്ല പറയുന്നത്, പക്ഷെ ഈ സ്പെസിഫിക് കേസിൽ പോലും ഇത്രയും ആൾക്കാർ മരിക്കാൻ കാരണം ഒരിക്കലും അവിടെ തങ്ങാൻ പാടില്ലാത്ത സ്ഥലത്തേക്ക് ഒരുപാട് പേര് കയറി താമസിച്ചിട്ടുണ്ട് എന്നുള്ളത് സത്യം. ടൂറിസം ഇൻഡസ്ട്രിയും അവിടെ വല്ലാതെ കയറി ഇറങ്ങിയിട്ടുണ്ട് എന്നുള്ളത് സത്യം. അതുകൊണ്ടാണ് ഈ ലാൻഡ് സ്ലൈഡ് ഉണ്ടായി എന്നല്ല ഞാൻ പറയുന്നത്. പക്ഷെ ആ ലാൻഡ് സ്ലൈഡിന്റെ ആഘാതം, ഇമ്പാക്ട്, മരണങ്ങൾ ഇത്രയൊക്കെ കൂടാൻ കാരണം അതുമുണ്ട് എന്നുള്ളതാണ് സത്യം. സിമ്പിളാണ്. ഞാൻ നേരത്തെ ചോദിച്ചൊരു ചോദ്യം ഒന്നുകൂടെ ആവർത്തിക്കുകയാണ്. ഇങ്ങനൊരു ദുരന്തമുള്ള സ്ഥലത്ത് എന്ത് മാനദണ്ഡം അനുസരിച്ചാണ് തുറന്ന് ടവർ ഒരു ടണൽ റോഡ് ഉണ്ടാക്കാൻ പറ്റുക? ഒരു സെൻസിനും വരില്ല. പരിസ്ഥിതിയുടെ ഇമ്പാക്ട് അസസ്മെന്റിലേക്ക് പോയി കഴിഞ്ഞാൽ അത് ഫെയിൽ ചെയ്യും. പക്ഷെ അവിടെ പോലും ആവശ്യത്തിന് സ്വാധീനങ്ങൾ ചെലുത്തി എല്ലാ അത്തരത്തിലുള്ള ബോഡികളെയും, വൈൽഡ് ലൈഫ് ബോർഡ് എന്ന് പറഞ്ഞൊരു ബോഡിയുണ്ട്, സ്റ്റേറ്റ് എൻവയറമെന്റൽ ഇമ്പാക്ട് അസസ്മെന്റ് ഏജൻസീസ് ഉണ്ട്. ഇതിനെല്ലാം നോക്കുകുത്തിയാക്കിക്കൊണ്ട് ഒരു സിംഗിൾ ട്രാക്കിൽ ഡെവലപ്മെന്റ് ഇങ്ങനത്തെ മതി എന്ന് പറയുകയും പാരിസ്ഥിതികമായിട്ട് നമ്മൾ നിലനിൽക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങളെയൊക്കെ സമ്പൂർണ്ണമായി ഉപേക്ഷിക്കുകയും ചെയ്യുന്ന ഒരു പാരഡൈമിന്റെ, ഒരു പരിപ്രേക്ഷ്യത്തിന്റെ ഓണേഴ്സ് ആണ് അല്ലെങ്കിൽ വക്താക്കളാണ് ഇന്ന് ഭരിക്കുന്നത് എന്നുള്ളത് ഒരു